നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഡേ ബുക്ക് എങ്ങനെയാണ് എക്സലിൽ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്യാമാസ് അക്കൗണ്ടിംഗ് ഹബ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പം ഞാനിവിടെ കുറച്ച് ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് എക്സലിലേക്ക് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതാണ് എക്സലിൻ്റെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഡേ ബുക്ക് എഴുതിയിട്ടുണ്ട്, ഡേറ്റ് എഴുതിയിട്ടുണ്ട്. ഡേറ്റ്, LF, പാർട്ടിക്കുലേഴ്സ്, ക്രെഡിറ്റ്, ഡെബിറ്റ്, ക്യാഷ് ബാലൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്യാഷിൻ്റെ ബാലൻസ് നമ്മൾ കാണിക്കുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ക്യാഷിൻ്റെ ആസ്പെക്റ്റ് കാണിക്കുന്നില്ല. ക്യാഷ് ഒഴികെയുള്ള ബാക്കിയുള്ള ആസ്പെക്റ്റാണ് കാണിക്കുന്നത്. ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഒരു ആസ്പെക്റ്റ് മാത്രമാണ് കാണിക്കുന്നുള്ളൂ. ക്യാഷ് നമ്മളിവിടെ എഴുതുന്നില്ല. അപ്പോൾ നമുക്ക് ഓരോ ട്രാൻസാക്ഷനായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് മിസ്റ്റർ ആകാശ് ഇൻട്രൊഡ്യൂസ്ഡ് ക്യാപിറ്റൽ ₹10 lakh ആണ്. ഇതിന് എൻട്രി വരിക ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. നമുക്കിതിനെ എൻട്രി ആയിട്ട് കാണിക്കാം. ഇവിടെ നമുക്ക് ഡേറ്റ് കൊടുക്കാം. ഇവിടെ നമ്മൾ 1/6/2023 കൊടുത്തു. LF എന്നുള്ളടത്ത് നമുക്ക് അതിൻ്റെ നമ്പറാണ്, ലെഡ്ജർ ഫോളിയോ നമ്പറാണ്. അപ്പോൾ നമ്മൾ ആദ്യം 1 എന്നുള്ളത് കൊടുത്തു. പർട്ടിക്കുലേഴ്സിന് എന്താ കൊടുക്കേണ്ടത്? ക്യാപിറ്റലാണ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ക്യാഷ് കാണിക്കുന്നില്ല നമ്മൾ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു? ക്യാപിറ്റൽ എന്നുള്ളത് കൊടുത്തു. ക്യാപിറ്റലിന് എന്ത് ബാലൻസ് ആണുള്ളത്? ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ക്യാഷ് ബാലൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ ക്യാഷ് ബാലൻസ് കാണാൻ വേണ്ടിയിട്ട് ഒരു ഫോർമുലയുണ്ട്. ക്യാഷ് ബാലൻസിന് അവിടെ കൊണ്ട് വയ്ക്കുക കേസർ. എന്നിട്ട് നമുക്ക് ഈക്വൽ ടു എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്താണ്? ക്രെഡിറ്റ് മൈനസ് ഡെബിറ്റ് ആണ്. നമുക്ക് ക്രെഡിറ്റ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് എന്താണ്? നമുക്ക് മൈനസ് അടിച്ചു. എന്നിട്ട് എന്താണ്? നമുക്ക് ഡെബിറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. നമുക്ക് അവിടെ ബാലൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ പറഞ്ഞിരിക്കുന്നത് ഡിപ്പോസിറ്റഡ് ക്യാഷ് ₹5 lakh ഇൻറ്റു SBI ബാങ്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് ചെയ്യാം. ഡേറ്റ് കൊടുക്കാം. 2/6/2023 കൊടുത്തു. അപ്പോൾ നമുക്ക് എൻട്രി എന്താണ് വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, SBI ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കോഡ് കൊടുത്തു. അപ്പോൾ എന്താണ്? നമ്മൾ ക്യാഷ് കാണിക്കുന്നില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് കാണിക്കേണ്ടത്? ഇവിടെ SBI ബാങ്ക് എന്നുകൊണ്ട് കാണിക്കാം. SBI ബാങ്ക് ഏതാണ്? ബാങ്കിന് എന്താണ്? ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ബാങ്കിൽ എവിടെയാണ് നമ്മൾ എമൗണ്ട് കാണിക്കേണ്ടത്? ഡെബിറ്റിലാണ് എമൗണ്ട് കാണിക്കേണ്ടത്. 5 lakh നമുക്ക് ഡെബിറ്റിൽ എമൗണ്ട് കാണിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാലൻസ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ഒരു ഫോമുല നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ അതിനുവേണ്ടി എന്താണ്? നമുക്ക് ഓൾറെഡി ഉള്ള ഈ മുമ്പത്തെ ഡേറ്റിലെ ക്ലോസിംഗ് ബാലൻസിൽ നിന്ന് നമുക്ക് ക്രെഡിറ്റിൽ വല്ല എമൗണ്ടും വന്നിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യണം, ഡെബിറ്റിൽ നിന്ന് മൈനസ് ചെയ്യും വേണം. അപ്പോൾ നമുക്ക് ഈക്വൽ ടു എന്നുള്ളത് അടിക്കാം. എന്നിട്ട് എന്താണ്? നമ്മൾക്ക് ഈ ക്ലോസിംഗ് ബാലൻസിൻ്റെ അവിടെ നമുക്ക് ഈ എമൗണ്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് എന്താണ്? നമുക്ക് പ്ലസ് അടിക്കാം. പ്ലസ് അടിച്ചു. ക്രെഡിറ്റിലെ എമൗണ്ട് ഈ കോളം സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇനി എന്താണ്? ഈ കോളം മൈനസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ മൈനസ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. നമുക്ക് ഈ ഒരു കോളം നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ജസ്റ്റ് നമ്മൾ എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമുക്ക് എമൗണ്ട് കിട്ടി. ഇനി നമുക്ക് ഈ ഫോമുല തന്നെയാണ് നമ്മൾ എല്ലാ കോളത്തിലും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇട്ടാൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ പർച്ചേസ്ഡ് ഗുഡ് ഫോർ ക്യാഷ് ₹20,000 ആണ്. 5-ാം തീയതി. അപ്പോൾ നമുക്കത് ചെയ്യാം. എക്സൽ എടുക്കാം. ഡേറ്റ് നമുക്കിവിടെ 5/6 കൊടുക്കാം. കോഡ് നമുക്കിവിടെ 3 എന്നുള്ളത് കൊടുത്തു. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ്. അപ്പോൾ നമുക്ക് പർട്ടിക്കുലേഴ്സിൽ എന്ത് കൊടുക്കാം? പർച്ചേസ്. ഡെബിറ്റിലാണ് എമൗണ്ട് കൊടുക്കേണ്ടത്. നമ്മൾ ക്യാഷ് കാണിക്കുന്നില്ല, ഒരു ആസ്പെക്ട് മാത്രമേ നമ്മളിവിടെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഡെബിറ്റിൽ നമുക്ക് എന്ത് കൊടുക്കാം? 20,000 കൊടുക്കാം. എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ കണ്ടു നമുക്ക് ക്യാഷ് ബാലൻസ് ഇവിടെ വ്യത്യാസം വന്നിട്ടുണ്ട്. 5 ലക്ഷത്തിന് 20,000 കുറച്ച് 4,80,000 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ വന്നിരിക്കുന്നത് 8/6 പർച്ചേസ്ഡ് ഗുഡ് ഫ്രം ABC ട്രേഡേഴ്സ് 15,000 ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഡേറ്റ് 8 ആയിട്ട് എടുക്കാം. ഡേറ്റ് 8 അടിച്ചു കൊടുക്കാം. കോഡ് എന്താണ്? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ABC ആണ്.
അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ എന്താണ് പർച്ചേസിന്റെ കോഡ് തന്നെയാണ് ഇവിടെ 3 എന്നുള്ളത് അടിച്ചു. ഇവിടെ നമ്മൾ എന്താണ് കാണിക്കേണ്ടത്? പർച്ചേസ് ആണ് ഇവിടെ കാണിക്കേണ്ടത്. ഇവിടെ പർച്ചേസ് കാണിച്ചു. എന്നിട്ട് എന്താണ് ഡെബിറ്റിലാണ് എമൗണ്ട് കാണിക്കേണ്ടത്. ഡെബിറ്റിൽ ഇവിടെ 15,000 ആണ് കാണിക്കേണ്ടത്. 15,000 കാണിച്ചു. ഇനി നമുക്ക് എന്താണ് ഒരു ആസ്പെക്ട് കൂടി ഇവിടെ കാണിക്കണം. ABC ട്രേഡേഴ്സ് കാണിക്കണം. അപ്പോൾ ഇതേ സെയിം ഡേറ്റിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ എന്താണ് നമ്മൾ കാണിക്കേണ്ടത്? ഡേറ്റ് വീണ്ടും 8/6/2023 കൊടുത്തു. ABCയുടെ കോഡ് എന്താണ്? 4 ആണ്. അടുത്ത കണ്ടിന്യൂസ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് 4 കൊടുക്കാം. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ABC ട്രേഡേഴ്സ് എന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുക്കാം. ABC ട്രേഡേഴ്സ് നമുക്കിവിടെ എന്താണ് ക്രെഡിറ്റിലാണ് എമൗണ്ട് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് 15,000 കൊടുത്തു. എൻ്റർ അടിച്ചു. ഇവിടെ എന്താണ് നമുക്ക് എമൗണ്ടിന് വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല, കാരണം രണ്ട് ഭാഗത്തും എമൗണ്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. പത്താം തീയതിയാണ് വന്നിരിക്കുന്നത്. പർച്ചേസ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 1000 ആണ്. നമുക്ക് എക്സൽ എടുക്കാം. ഡേറ്റ് 10/6 കൊടുക്കാം. നമ്പർ നമുക്ക് 5 കൊടുക്കാം. ഇവിടെ എന്താണ് പ്രിന്റിംഗ് കൊടുക്കാം. എന്താണ് എൻട്രി വരിക? പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി അക്കൗണ്ട് ടു ക്യാഷ്. അപ്പം നമുക്ക് ഡെബിറ്റിലാണ് എമൗണ്ട് കൊടുക്കേണ്ടത്. 1000 rupees കൊടുത്തു. എൻ്റർ അടിച്ചു. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് 15th സോൾഡ് ഗുഡ് ഫോർ ക്യാഷ് ₹18,000. നമുക്ക് ഡേറ്റ് 15th കൊടുക്കാം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ സെയിൽസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ സെയിൽസിന് കോഡ് നമുക്ക് 6 കൊടുക്കാം. ഇവിടെ നമുക്ക് സെയിൽസ് ഉള്ളത് അടിക്കാം. നമുക്ക് സെയിൽസ് എന്താണ് ക്രെഡിറ്റിലാണ് കാണിക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റ് നമുക്ക് എന്താണ് 18,000 കൊടുക്കാം. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ള എമൗണ്ടിൽ നമുക്ക് വ്യത്യാസം വന്നു. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. 18th പെയ്ഡ് എ ചെക്ക് ടു ABC for ₹10,000 ആണ്. അപ്പോൾ നമുക്ക് 18ാം തീയതി നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ABCക്ക് ചെക്ക് കൊടുത്തു. അപ്പോൾ എന്താണ് എൻട്രി വരിക? ABC അക്കൗണ്ട് ഡെറ്റഡ് ടു SBI ബാങ്ക്. അപ്പോൾ നമുക്ക് ABCയുടെ കോഡ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ABC മുമ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 4 എന്നുള്ള നമ്പർ നമ്മളിവിടെ കൊടുത്തു. എന്നിട്ട് എന്താണ് ഇവിടെ കൊടുക്കേണ്ടത്? ABC ട്രേഡേഴ്സ് കൊടുക്കാം. എന്താണ് ABCക്ക് എന്താണ് ഡെബിറ്റിലാണ് കാണിക്കേണ്ടത്. എത്രയാണ് എമൗണ്ട്? 10,000 ആണ് കാണിക്കേണ്ടത്. ഇവിടെ 10,000 കാണിച്ചു. ഇനി എന്താണ് അതേ സെയിം ഡേറ്റിൽ തന്നെയാണ് നമുക്ക് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കേണ്ടത്. ഇവിടെ നമ്മൾ വീണ്ടും 18/6/2023 കാണിച്ചു. നമുക്ക് എന്താണ് ബാങ്കിൻ്റെ കോഡ് എത്രയാണ്? 2 ആയിരുന്നു. 2 കൊടുത്തു. ഇവിടെ നമുക്ക് എന്ത് കാണിക്കാം? SBI ബാങ്ക് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണിച്ചു. നമുക്ക് എന്താണ് ക്രെഡിറ്റിൽ എന്താണ് 10,000 എമൗണ്ട് കാണിച്ചു. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താ നോക്കാം. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് 20ാം തീയതിയാണ്. സോൾഡ് ഗുഡ്സ് ടു നിത്യ ഏജൻസി for ₹30,000. ഡേറ്റ് 20 എടുക്കാം. 20 എടുത്തു. നമുക്ക് എൻട്രി വരിക നിത്യ ഏജൻസി അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ് ആണ്. അപ്പോൾ നിത്യയ്ക്ക് എന്താണ് നമുക്ക് അടുത്ത കണ്ടിന്യൂസ് നമ്പർ കൊടുക്കാം. 7 കൊടുത്തു. ഇവിടെ നമുക്ക് നിത്യ എന്ന് കൊടുക്കാം. നമുക്ക് ഡെബിറ്റിൽ എമൗണ്ട് കൊടുക്കാം. ഡെബിറ്റിൽ നമുക്ക് 30,000 കൊടുത്തു. ഇനി എന്താണ് ഇതേ സെയിം ഡേറ്റിൽ തന്നെ നമുക്ക് എന്ത് എൻട്രി ചെയ്യാം? സെയിൽസിൻ്റെ എൻട്രി ചെയ്യാം. നമ്മളിവിടെ ഡേറ്റ് വീണ്ടും 20/6/2023 കൊടുത്തു. സെയിൽസിൻ്റെ കോഡ് 6 കൊടുത്തു. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? സെയിൽസ്. ക്രെഡിറ്റിൽ നമുക്ക് എമൗണ്ട് കൊടുക്കാം 30,000. അപ്പോൾ എന്താണ് എമൗണ്ടിന് എന്താണ് വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. 25 പെയ്ഡ് റിഫ്രഷ്മെൻറ്റ് എക്സ്പെൻസ് 250. ഡേറ്റ് 25 കൊടുക്കാം. റിഫ്രഷ്മെൻറ്റ് അടുത്ത കോഡ് കൊടുക്കാം. 8 കൊടുത്തു. റിഫ്രഷ്മെൻറ്റ് ഡെബിറ്റിൽ 250 കൊടുക്കാം. എൻ്റർ അടിച്ചു. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. 28ാം തീയതിയാണ്. പർച്ചേസ്ഡ് ഫർണിച്ചർ KK ട്രേഡേഴ്സ് ₹35,000. ഡേറ്റ് 28 കൊടുക്കാം. ഫർണിച്ചർ ഫ്രം KK ട്രേഡേഴ്സ്. അപ്പോൾ എന്താണ് എൻട്രി വരിക? ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റഡ് ടു KK ട്രേഡേഴ്സ്. അപ്പോൾ ഫർണിച്ചർ എന്താണ് നമുക്ക് പുതിയൊരു കോഡാണ്. അതുകൊണ്ട് നമ്മൾ 9 എന്നുള്ള കോഡ് കൊടുത്തു. ഇവിടെ നമുക്ക് ഫർണിച്ചർ എന്ന് കൊടുക്കാം. ഡെബിറ്റിൽ നമുക്ക് 35,000 കൊടുക്കാം. വീണ്ടും എന്താണ് അതേ സെയിം ഡേറ്റിൽ തന്നെ നമുക്കിവിടെ എൻട്രി കാണിക്കാം.
28 തന്നെ നമുക്ക് എൻട്രി കാണിക്കാം. 28 ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. കോഡ് നമുക്ക് 10 കൊടുക്കാം. ഇവിടെ അടുത്ത പാർട്ടി എന്താണ്? KK ട്രേഡേഴ്സ്. ക്രെഡിറ്റിൽ നമുക്ക് 35,000 കാണിക്കാം. ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. റിസീവ്ഡ് ക്യാഷ് ഫ്രം നിത്യ ഏജൻസി ഫോർ ₹25,000. ഡേറ്റ് 30 കൊടുക്കാം. അപ്പോൾ എന്താണ് ഇവിടെ കാണിക്കേണ്ടത്? നിത്യയാണ് കാണിക്കേണ്ടത്. അപ്പോൾ നിത്യ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. കോഡ് എത്രയാണ്? 7 ആണ്. ഇവിടെ നമുക്ക് നിത്യ എന്ന് കൊടുക്കാം. നിത്യ എന്താണ്? ക്രെഡിറ്റിലാണ് എമൗണ്ട് കാണിക്കേണ്ടത്. ക്രെഡിറ്റിൽ നമുക്ക് എമൗണ്ട് കാണിക്കാം 25,000. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് പറയുന്നത് 521,750 ആണ് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മുടെ എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതൊന്നും ഇപ്പോൾ നമ്മുടെ അവിടെ മാനേജർ പറയുകയാണ് നമുക്ക് ബാങ്കിൻ്റെ ബാലൻസ് മാത്രം അറിയണമെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അഡ്വാൻസ്ഡ് ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ LF വെച്ചിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ നമുക്ക് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് മാത്രം അറിയണം. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നമുക്കൊരു ക്രൈറ്റീരിയ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അടിക്കാം. ഇപ്പോൾ നമുക്കിവിടെ ക്രൈറ്റീരിയ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് LF വെച്ചിട്ട് അടിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ബാങ്കിൻ്റെ എന്താണ്? 2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 എന്നുള്ളത് കൊടുത്തു. കാരണം ബാങ്കിൻ്റെ കോഡ് എന്ന് പറയുന്നത് 2 ആണ്. ഇപ്പോൾ നമ്മൾ ക്രൈറ്റീരിയ എല്ലാം സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇനി നമ്മൾക്ക് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഡാറ്റയിൽ പോയാൽ മതി. ഇവിടെ മുകളിൽ ഡാറ്റ ഉണ്ട്. അതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമുക്ക് അഡ്വാൻസ്ഡിന് അവിടെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഡാറ്റ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമുക്ക് അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അഡ്വാൻസ്ഡ് അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫിൽറ്ററാണ് വരിക ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് ലിസ്റ്റ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെയുള്ള ഈ ലിസ്റ്റ് റേഞ്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കളയാം. ഇതിൽ നമുക്ക് നമ്മുടെ ലിസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ക്ലോസിംഗ് ബാലൻസ് വേണ്ട, അതിനുള്ള ബാക്കിയുള്ള ഈ ഡാറ്റകൾ നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ടെടുക്കാം. ഈ ഡാറ്റകൾ നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇനി നമുക്ക് അടുത്തത് ഇവിടെ ചോദിക്കും ക്രൈറ്റീരിയ റേഞ്ചാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി ഉള്ളത് നമുക്കൊന്ന് ജസ്റ്റ് കളയാം. നമ്മുടെ ക്രൈറ്റീരിയ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അടുത്തത് ഇവിടെ ചോദിക്കും കോപ്പി ടു. നമുക്കിവിടെ കോപ്പി ടു എന്നുള്ളടത്ത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഓൾറെഡി ഇവിടെ ഉള്ളത് നമുക്ക് കളയാം. നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുത്തു. നമുക്ക് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ബാങ്കിൻ്റെ നമുക്ക് ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. SBI ബാങ്കിന് എന്തെല്ലാം ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾക്ക് എക്സലിൽ നമുക്ക് ഡാബുക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.